സ്വാമിയെ ശരണമയ്യപ്പ ഒരൊറ്റ ഓർഡറിൽ തീരുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ശബരിമലയിൽ നിന്ന്. 1995 ഉത്തരവായിരിക്കുന്ന ശ്രീ TN ഗോദവർമ്മ രാജാവ് തിരുവൽപ്പാട് സമർപ്പിച്ച റിട്ടിന്റെ ഒരു ചെറിയ ഉത്തരവ് ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ ഇട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം തീരുമായിരുന്നു. അതായത് ഭക്തജനങ്ങൾ അറിയണം, ഇവരെല്ലാവരും മുതല കണ്ണുനീരാണ് ഉതിർത്തുന്നത്, കോടതി ഉൾപ്പെടെ. ജസ്റ്റിസ് ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡെനിയഡ്. ശബരിമല ശാസ്താവിന് 92 ഏക്കർ സ്ഥലം ഉണ്ട്. ആ 92 ഏക്കർ സ്ഥലത്തില് 31.3 ഏക്കർ സ്ഥലം ഇന്നും വിട്ടുകിട്ടിയിട്ടില്ല. അതിന്റെ എല്ലാ മറുവസ്തുവും അതിനുള്ള കാശും എല്ലാം അടച്ചിട്ടും ആ വസ്തു ഇന്നും കേന്ദ്രവും കേരളവും കൂടെ ഇട്ട് കളിക്കാൻ ഫോറസ്റ്റുകാര് അവര് തർക്കം ഉദിച്ച് തർക്കം വെറുതെ ഇല്ലാത്ത തർക്കങ്ങൾ പറഞ്ഞ് ഈ വസ്തുവിനെ തർക്കങ്ങൾ പറഞ്ഞ് വെറുതെ കാലതാമസം ഉണ്ടാക്കുകയാണ്. ആ 33 ഏക്കർ സ്ഥലം ലഭിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു കാലതാമസവും അവിടെ വരുന്ന അയ്യപ്പന്മാർക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതെ തന്നെ നടക്കും. ഇപ്പം തന്നെ നടക്കുന്നത് ഈ സ്ഥലപരിമിതി കാരണം ഇവരുണ്ടാക്കിയിരിക്കുന്ന മാസ്റ്റർ പ്ലാൻ ആ 62 ഏക്കറിന്റെ പുറത്ത് ഉണ്ടാക്കി നിൽക്കുന്നത് കാരണം ഓവിചാല്, അതായത് വായുകോണിലാണ് ഇന്ന് അവിടെ പ്രസാദം ഉണ്ടാക്കുന്നത്. അത് ഉച്ഛിഷ്ടമാണ്, അദ്ദേഹത്തിന് നേടിക്കാൻ കൊള്ളില്ല. ഇതൊക്കെ തന്നെ തന്ത്രികളുടെ കൈപ്പടയിൽ എഴുതിയ ലെറ്റർ സഹിതം കോടതിയിൽ ഞാൻ സമർപ്പിച്ചിരുന്നതാണ്. 2021 2019 ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ വഴിയും 21 അഡ്വക്കേറ്റ് സുവിധത്ത് വഴിയും ഞാൻ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഈ കേസ് സമർപ്പിച്ചതാണ്. അത് ജനങ്ങൾ അറിയുക. ഞാനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യാത്തത് കാരണം ഇന്ന് വരെ അയ്യപ്പനും ഞാനും മാത്രം അറിഞ്ഞാൽ മതിയല്ലോ അയ്യപ്പന്റെ കാര്യമെന്ന് വിചാരിച്ചു പോരാ. നിങ്ങൾ ഭക്തജനങ്ങളുടെ എടുക്കണം. കാര്യം നിങ്ങൾ അവിടെ ഈ കൊണ്ടുപോയി കാശിട്ട് ദുർവിനിയോഗം ചെയ്യാനും കട്ടുപിടിക്കാനുള്ള അവസരങ്ങൾ അയ്യപ്പന്മാരാണ് ഉണ്ടാക്കുന്നത്. അത് മാറ്റിയാൽ ഈ പറഞ്ഞൊക്കെ ശരിയാണ്. കോടതി ഉൾപ്പെടെ എന്റെ തോട്ടത്തിൽ കൂടെ മുതല കണ്ണുനീരാണ്. കാര്യം ഈ ഓർഡർ ഇടുന്നതിൽ ഒരു തടസ്സവും ഇല്ല. കാര്യം എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് മറുവസ്തു ഫോറസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പറഞ്ഞ കാശടച്ചിട്ടുണ്ട്. ഇപ്പോഴും ടൈഗർ റിസർവ് ആയിട്ട് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ഉറക്ക വിളിച്ചാൽ അതിന് നിങ്ങളെ 6 മാസം അകത്തിടാനും 3000 രൂപ ശിക്ഷിക്കാനുള്ള നിയമം ഇന്നും ഈ പിണറായി ഗവൺമെന്റ് ഉണ്ടാക്കിയത് അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ അറിയാണ്ടാണ് നിങ്ങൾ അന്ധമായിട്ട് ഓരോ സർക്കാരിനെയും വിളിച്ച് സമർപ്പിക്കുന്നത്. നിങ്ങളിത് വോട്ട് ചെയ്യുമ്പോഴെങ്കിലും ഇത് അറിയാം. കാര്യം ഭക്തജനങ്ങൾക്കുള്ളതാണ് ക്ഷേത്രം, അല്ലാതെ നിരീശ്വരവാദികൾക്ക് ദുർഭരണം നടത്തി കട്ടുപിടിക്കാനുള്ളതല്ല ഒരു വിശ്വാസ സങ്കല്പങ്ങളും. ക്രിസ്ത്യാനിയുടേതോ മുസ്ലിമിൻ്റെതോ അവർക്ക് അവരുടേതായ ട്രഷറി ഭരണമുണ്ട്. ഹിന്ദുവിന് മാത്രം ഈ ദുര്യോഗം മാറണമെങ്കിൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾ സഹകരിക്കുന്നില്ല? ക്ഷേത്രങ്ങൾ ഭരിക്കേണ്ടത് വിശ്വാസികളാണ് എന്നുള്ള ഒരു ഉത്തരവും കൂടെ മേടിച്ചെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ ഈ കേസിന്റെ വിശദാംശങ്ങൾ ഇതിലിടാം. ഈ കേസ് പ്രകാരം തന്നെ എല്ലാ നൂലാപാലങ്ങളും തീർത്തിട്ടുള്ളതാണ്. ശരിക്കും കോടതി ഒരൊറ്റ ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. അതുകൊണ്ട് കോടതിയാണ് മുൻകൈ എടുക്കേണ്ടത്. കലിയുഗ വരതരായ അയ്യപ്പനോട് എനിക്ക് പറയാനുള്ളത്, അയ്യപ്പന്റെ സ്വന്തം കാര്യം നോക്കാനുള്ള പ്രാപ്തി അയ്യപ്പനുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഓരോരുത്തരെയും ഫിൽട്ടർ ചെയ്ത് കാലാനുസൃതമായിട്ട് കാര്യങ്ങൾ കർമ്മയോഗ സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു സംശയവുമില്ല, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നടന്നിരിക്കും. അതിന് ഈ ഒരു അറിവും കൂടെ നിങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. സ്വാമിയെ ശരണമയ്യപ്പ. സ്വാമി ശരണമയ്യപ്പ, ശരണമയ്യപ്പ, സ്വാമി ശരണമയ്യപ്പ.